സ്പെഷ്യലായിട്ട് നല്ലൊരു തൊടുകറി ഉണ്ടാക്കാം. അതിന് ഞാൻ പുളിയിഞ്ചിയാണ് ഇന്ന് ഉണ്ടാക്കുന്നത്. നമ്മൾ ഈ ഒരു ഇതുണ്ട്, നാരങ്ങ വലുപ്പത്തിൽ നമ്മൾ വാളംപുളിയാണ് എടുക്കുന്നത്, കുടംപുളിയല്ല. നമുക്ക് കഴുകി ഒരു ഗ്ലാസ് വെള്ളത്തിൽ നമുക്ക് ഇത് അരിച്ച് വെക്കണം. ഇനി ഞാൻ 100 ഗ്രാം ഇഞ്ചിയാണ് എടുത്തിരിക്കുന്നത്. ഇത് നമ്മൾ പൊടിയായിട്ട് അരിഞ്ഞിട്ടുണ്ട്. പിന്നെ ഒരു കഷ്ണം ശർക്കര വേണം. മധുരം കൂടുതൽ വേണ്ടവർ ഇച്ചിരി കൂടുതൽ വേണം ഇടാം. ഒരു 2 പച്ചമുളകാണ് ഇത് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്നത്. ഇനി ഒരു ചെറിയ സ്പൂൺ ഉലുവ വേണം. ഇത് നമ്മൾ ആദ്യം ഒന്ന് വറുത്ത് പൊടിച്ചെടുക്കണം. അത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് ഇഞ്ചി ഉണ്ടാക്കാൻ. പിന്നെ ചെറിയ സ്പൂൺ മുളക് പൊടി വേണം. പിന്നെ ഒരു കായം ചെറുതായിട്ട് നമുക്ക് ഇച്ചിരി കായം ഇട്ട് കൊടുക്കാം. കടുകുണ്ട്, ഉപ്പ് എടുക്കാം, 2 തണ്ട് കരിയാപ്പില. നമുക്ക് ഇത് ആദ്യം തന്നെ ഈ ഉലുവ ഒന്ന് വറുത്ത് പൊടിക്കാം. നമുക്കൊരു പാൻ ചൂടാക്കിയിട്ട് എണ്ണ ഒഴിക്കാതെ നമുക്ക് ഈ ഉലുവ ഒന്ന് വറുത്തെടുക്കാം. ഉലുവ ഇച്ചിരി ചൂടാകുമ്പോഴത്തേനും തന്നെ പൊട്ടാൻ തുടങ്ങും. അങ്ങനെ നമുക്കറിയാം ഉലുവ നല്ലപോലെ മൂത്തെന്ന്. പിന്നെ നമ്മൾ നല്ലപോലെ അതിനെ പൊടിച്ചെടുത്താൽ മതി. നമ്മുടെ ഉലുവ നല്ലതുപോലെ മൂത്തിട്ടുണ്ട്. ഉലുവ ഇങ്ങനെ പൊട്ടാൻ തുടങ്ങുമ്പോഴാണ് നമുക്ക് ഉലുവ മൂത്തെന്ന് അറിയുന്നത്. ഇതെല്ലാം നല്ലതുപോലെ പൊട്ടിയിട്ടുണ്ട്. നമുക്കിനി ഇത് മാറ്റാം. നമുക്കൊരു പാൻ ചൂടാക്കിയിട്ട് ഇതുണ്ട്, നമ്മൾ 1 ഗ്ലാസ് വെള്ളത്തിൽ ഈ വാളംപുളി നല്ലപോലെ കുതിർത്ത് വെച്ചിരിക്കുന്നതാണ്. ഇത് അങ്ങോട്ട് ചേർക്കാം. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമുക്കൊരു ചെറിയ സ്പൂണ് മുളക് പൊടി ചേർക്കാം. ഈ ഒരു കഷ്ണം ശർക്കരയുണ്ട്, നമുക്ക് ആ ശർക്കരയും കൂടെ ചേർക്കാം. ഇതിൻ്റെ കൂടെ ആവശ്യത്തിന് ഉപ്പും കൂടെയും ചേർക്കാം. ഇത് നമുക്ക് നല്ലതുപോലെ ഇപ്പോൾ 1 ഗ്ലാസ് വെള്ളത്തിലാണ് ഇത് നമ്മൾ ഇട്ടിരിക്കുന്നത്. ഇതൊന്ന് കുറുകി ഒരു 1/2 ഗ്ലാസ് ആകുന്നത് വരെ നമുക്ക് ഇതൊന്ന് തിളപ്പിച്ച് പറ്റിക്കണം. ഇത് നമ്മുടെ ഇത് കണ്ട വെള്ളം കുറച്ച് പറ്റിയിട്ടുണ്ട്. ശകലവും കൂടെ പറ്റണം. ഇത്തിരി നീളത്തിൽ കിടക്കണ്ട. അതായത് നമ്മുടെ ആ പുളിയൊക്കെ നല്ലതുപോലെ ഒന്ന് സോഫ്റ്റായി കിട്ടും. ഇച്ചിരി കൂടെ ഒന്ന് പറ്റിക്കഴിഞ്ഞാൽ നമുക്കിത് മാറ്റാം. അപ്പം നമ്മുടെ വെള്ളം പറ്റിയിട്ടുണ്ട്. നമുക്കിനി ഇത് ഓഫാക്കാം. വേറെ ഒരു പാൻ വെച്ചിട്ട് നമുക്ക് ഈ ഇഞ്ചിയൊക്കെ ഒന്ന് വഴറ്റിയെടുക്കാം. ഞാനൊരു കടയെ ചൂടാക്കിയിട്ടുണ്ട്. അതിനകത്ത് ഞാനൊരു 2 വലിയ സ്പൂണ് വെളിച്ചെണ്ണയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. വെളിച്ചെണ്ണയ്ക്കകത്ത് ഉണ്ടാക്കിയാൽ നല്ലൊരു ടേസ്റ്റ് ഉണ്ട്. ഇപ്പം നമുക്ക് ഒരു ചെറിയ സ്പൂണ് കടുകിടാം. കടുകെല്ലാം പൊട്ടിയിട്ടുണ്ട്. നമുക്ക് ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി ചേർക്കാം. ഇത് നല്ലതുപോലെ ഒന്ന് വഴലുന്ന വരെ നമുക്ക് ഇളക്കാം. നമ്മുടെ ഇഞ്ചി ഒന്ന് പകുതി മൂപ്പായിട്ടുണ്ട്. ഇത് കണ്ടോ? ആ സമയത്തും നമുക്ക് ഈ പച്ചമുളക് ചേർക്കാം. പച്ചമുളകോടെ ഒന്ന് നല്ലതുപോലെ ഒന്ന് വാടിക്കഴിഞ്ഞിട്ട് ഇപ്പോൾ ഈ കരിയാപ്പില ചേർക്കാം. ഞാൻ 1 തണ്ട് കരിയാപ്പില ഇതിൻ്റെ കൂടെ ചേർക്കുവാണ്. ഇപ്പോൾ ഇഞ്ചിയും പച്ചമുളകൊക്കെ നല്ലതുപോലെ വഴന്നിട്ടുണ്ട്. ഇപ്പം ഞാനിത് കണ്ടോ, ഉലുവ നമ്മളെടുത്ത് വറുത്ത് പൊടിച്ച് വെച്ചിരിക്കുന്ന ഈ ഉലുവ ഇപ്പം നമുക്ക് ചേർക്കാം. നമ്മൾ നല്ലതുപോലെ വറുത്ത് കഴിയുമ്പോൾ നല്ല പൊടിയായിട്ട് കിട്ടും. അതിൻ്റെ കൂട്ടത്തിൽ ഇപ്പം നമുക്ക് ഇച്ചിരി കായം കൂടെ ചേർത്ത് കൊടുക്കാം. ഒരു പിഞ്ച് മതി. ഇനി നമ്മളിപ്പോൾ ഈ പുളിയിഞ്ചി ഉണ്ടാക്കി വെച്ചിട്ട് നമ്മൾ ആ ഇഞ്ചി വെള്ളം ഈ പുളി ഇത് കണ്ടോ പറ്റിച്ച് വെച്ചിരിക്കുന്നത് നമുക്ക് ഇതിൻ്റെ കൂടെ ചേർക്കാം. ഇത് നല്ലതുപോലെ എല്ലാം കൂടി ഒന്ന് ഇളകി ഈ ഇഞ്ചിയും പുളിയായിട്ട് നമുക്ക് നല്ലതുപോലെ കുഴഞ്ഞ് മിക്സ് ആകുമ്പോഴത്തേന് നമുക്കിത് എടുക്കാറാകും. ഇപ്പം നമ്മുടെ ഇഞ്ചിയൊക്കെ നല്ല വെന്ത് കുറുകിയിട്ടുണ്ട്. നമുക്കിനി ഇതൊരു പാത്രത്തിലോട്ട് മാറ്റാം. നമ്മുടെ ഇഞ്ചിപ്പുളി നല്ല റെഡി ആയിട്ടുണ്ട്. നമ്മൾ ഒരാഴ്ച വരെ പുറത്തിരുന്നാലും ഒരു കുഴപ്പം വരികയില്ല, കേടാകത്തില്ല. നമ്മൾ ഓണത്തിനൊക്കെ എല്ലാ കറിയും ഉണ്ടാക്കി വരുമ്പോഴത്തേനും സമയം പോകും. നമ്മൾ തലേദിവസം ഉണ്ടാക്കി വെക്കുവാണെങ്കിൽ നമുക്ക് എളുപ്പമായിരിക്കും. വളരെ ടേസ്റ്റിയാണ്. എല്ലാവരും ഇത് തൊടുകറിയായിട്ടാണ് കൂട്ടേണ്ടത്. നമ്മൾ ഒത്തിരി കറിയായിട്ട് കൂട്ടരുത്. അപ്പോൾ നമ്മുടെ ഈ ചെകിടിപ്പൊക്കെ ഒന്ന് മാറിക്കിട്ടും. സാമ്പാർ അവിയലും ഒക്കെ കൂട്ടുന്ന കൂട്ടത്തിൽ ഇത് കൂട്ടുമ്പോൾ എല്ലാവരും ഈ ഓണത്തിന് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കും.